സുപ്പീരിയർ മെൻ ക്ലബ്ബ് നമ്മളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന പെയ്ഡ് മെമ്പേഴ്സിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതില് നമ്മൾ ഒരു ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ആയിരുന്നു: ഇതെല്ലാം നിർത്തുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മെച്ചപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള സൈക്കോളജി പരീക്ഷണത്തിനായിട്ട് ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ താഴെ പറയാന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ഒരാൾ പറഞ്ഞ ഒരു വാക്കാണ്: കുറച്ചു കാലങ്ങളായി എവിടെയോ വെച്ച് നഷ്ടപ്പെടുത്തിയ എൻ്റെ ആത്മാഭിമാനം തിരിച്ചു കിട്ടിയതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല എന്ന്. ഏതോ ഒരു ബുദ്ധിശൂന്യമായ നിമിഷത്തിൽ കൈമോശം വന്നുപോയ എനിക്ക് മേലുള്ള എൻ്റെ നിയന്ത്രണം വീണ്ടും എന്നിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ഏതോ ഒരു ബുദ്ധിശൂന്യമായ നിമിഷത്തിൽ കൈമോശം വന്നുപോയ എൻ്റെ മേളിലുള്ള എൻ്റെ നിയന്ത്രണം വീണ്ടും എന്നിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൂടി ഞാൻ ഇത്രയും സന്തോഷവാനാവാതിരുന്നേനെ. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാന അന്തരീക്ഷം പറഞ്ഞറിയിക്കാൻ തക്കവണ്ണം പ്രാവീണ്യം എൻ്റെ എഴുത്തുകൾക്ക് പോലും ഇല്ലെന്ന് തോന്നുന്നു. സോ ഡിയേഴ്സ്, അറിയാതെ പോലും ഒരിക്കലും ബന്ധപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഞാനും നിങ്ങളും ഇന്നിവിടെ ഈ ഗ്രൂപ്പിൽ ഒരൊറ്റ ലക്ഷ്യത്തിന് പിറകിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ ദൈവികമായ ഏതോ ഒരു ഉൾവിളി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തൊക്കെയോ ഇവിടെ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതിനാലാവാം കേവലം നൈമിഷികമായ പ്ലഷറിന് പിന്നിലെ പോയി ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന ടിഷ്യൂ പേപ്പർ പോലെ ജീവശവമായി മരിച്ചു ജീവിക്കേണ്ടിയിരുന്ന നമ്മൾ തീർത്തും ദൈവ നിശ്ചയമെന്നോണം സുപ്പീരിയർ മെൻ ക്ലബ് എന്ന ഈ ഗ്രൂപ്പിൽ ഒത്തുകൂടിയത്. ഇതുപോലെ അവസരം ഇനി എന്നെയോ നിങ്ങളെയോ തേടി വന്നുകൊള്ളണമെന്നില്ല. വൈകിയാണെങ്കിലും നമ്മിലേക്ക് എത്തിയ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായും ക്ലേശങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജീവിതമാണ്, അതൊക്കെ സ്വാഭാവികവുമാണ്. എന്നാൽ ഈ സ്വാഭാവികതയെ കഠിനമായ പ്രവർത്തികൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടും മറികടക്കേണ്ടത് എന്നിലെയും നിന്നിലെയും ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സോ ആക്ച്വലി ഇത് നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഡെയിലി ഇൻറ്ററാക്ഷൻ്റെ രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു: നിങ്ങൾക്ക് എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ ഹാബിറ്റ് കാരണം വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടിരുന്ന എൻ്റെ സെൽഫിനെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളോ സാമഗ്രികളോ എല്ലാം കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഞാൻ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷമാണ് ഈ ഒരു അച്ചീവ്മെന്റ് ചെയ്ത സമയത്ത് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ കാര്യത്തിലും ഈ ഒരൊറ്റ ഹാബിറ്റ് നിങ്ങൾക്ക് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഹാപ്പി ആയിട്ട് മാറും. നിങ്ങളുടെ എവിടെയൊക്കെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുണ്ടാവും. ഇനിയും എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? സോ നമ്മളുടെ പുതിയ ബാച്ചിൽ നമ്മൾ അടുത്ത 10 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ നൽകുന്നത്. 25 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ അഡ്മിഷൻ എന്നുള്ളത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാനായിട്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തേക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.